ഋതിക് റോഷന്റെ ചിത്രം വരച്ചിട്ട് അത് ഡ്വൈൻ ജോൺസന് ദ റോക്ക് മറ്റേ റെസ്ലറില്ലേ അയാളെ മുഖമായിട്ട് മാറിയിട്ടൊക്കെ ചരിത്രങ്ങൾ എനിക്കുണ്ട്. വാട്സപ്പ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ചങ്ങായിയുടെ ഒരു പടം വരക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ കൂടുതലും പ്ലെയിനേഴ്സ് ചെയ്യാറ്, പക്ഷേ ഞാൻ പ്ലെയിനേഴ്സ് മാത്രമല്ല സ്റ്റിൽ ലൈഫ്സും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പോർട്രേറ്റ്സും ചെയ്യാറുണ്ട്. പലപ്പോഴും ആൾക്കാരോട് ചോദിക്കാറുണ്ട്, പ്ലെയിനേഴ്സ് മാത്രമേ ചെയ്യാറുള്ളൂ അതോ പോർട്രേറ്റ്സ് ചെയ്യാറില്ലേ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ഡീബങ്ക് ചെയ്യാം. നിങ്ങൾക്ക് കളേഴ്സും അതുപോലെ വാല്യൂ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മീഡിയം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. പോർട്രേറ്റ് ആയാലും സ്റ്റിൽ ലൈഫ് ആയാലും പ്ലെനർ ആയാലും അതുപോലെ കൺസെപ്ഷ്യൽ ആർട്ടായാലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളത് സ്പെസിഫിക്കായിട്ട് പ്രാക്ടീസ് ചെയ്യണം, അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ പോർട്രേറ്റിൻ്റെ നമ്മൾ ചെയ്യുന്ന മീഡിയം ഇതിൽ ഓയിൽ കളേഴ്സാണ്. പിന്നെ ഇത് 6x8 ഇഞ്ചസ് ഉള്ളൂ, വളരെ ചെറുതാണ്. നിങ്ങളിപ്പോൾ എൻ്റെ കൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യാൻവാസ് പാനലിൻ്റെ വലിപ്പം അറിയാം, അത് വളരെ ചെറുതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് അങ്ങനത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൊതുവേ വലിയ ക്യാൻവാസിന് പ്രിഫർ ചെയ്യുമെങ്കിലും ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോർട്രേറ്റ്സിൻ്റെ. അപ്പോൾ ഇത് മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വണ്ടൻകിടി മുഹൈമിൻ പാടുള്ളൊരു കൂട്ടുകാരനാണ്. അപ്പോൾ മുഹൈമിൻ്റെ പോർട്രേറ്റ് ഞാൻ പണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വാട്ടർ കളറിലാണ് ചെയ്തെന്ന് തോന്നണം. അതിൽ റിസംബ്ലൻസും വന്നില്ല, വളരെയധികം കയോട്ടിക് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതായത് ഋതിക് റോഷൻ്റെ ചിത്രം വരച്ചിട്ട് അത് ഡ്വൈൻ ജോൺസന് ദ റോക്ക് മറ്റേ റെസ്ലറില്ലേ WWE അയാളെ മുഖമായിട്ട് മാറിയിട്ടൊക്കെ ചരിത്രങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്നത് ഇതുപോലെ ആവില്ലെങ്കിൽ വറി ആവണ്ട. ഇപ്പോൾ ഞാനിതുപോലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും പറ്റും. പക്ഷേ സിസ്റ്റമാറ്റിക്കൽ പ്രാക്ടീസും ഒരു ലേണിംഗ് പ്രോസസ്സും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരനാണ്. അതുപോലെ തന്നെ ഇതിന് ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇത് ഓയിൽ കളേഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഇൻഡോറിൽ ചെയ്യുമ്പോൾ ഓയിൽ കളറിന് മെയിൻ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ആൾക്കാർ ചെയ്യാൻ താല്പര്യം കാണിക്കാത്ത മെയിൻ കാരണം വെച്ചാൽ ടർപ്പൻറ്റൈൻ അല്ലെങ്കിൽ ബ്രഷ് ക്ലീൻ ചെയ്യാൻ വേറെ എന്തെങ്കിലും ഒരു സോൾവെൻ്റ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ കൂടുതലും ടർപ്പൻറ്റൈന് ആളുകൾ ഷോപ്പിംഗ് കിട്ടുന്നതാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇത് റൂമിൻ്റെ അകത്ത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ടോക്സിസിറ്റി ഉണ്ടാവും. നമ്മൾ പിന്നെ വെൻറ്റിലേറ്റഡ് ഒക്കെ ആയിരിക്കണം, ജനലൊക്കെ തുറന്നിട്ടായിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് UAE ഫുജേറ ദിബ എന്ന സ്ഥലത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പുറത്തൊക്കെ പോകുമ്പോൾ പൊതുവെ AC റൂമായിരിക്കും, നമുക്ക് ജനലും തുറന്നിട്ടിരിക്കാൻ പറ്റില്ല, നല്ല ചൂടൊക്കെ ആവുന്ന ടൈമിൽ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് പോയിട്ട് ടർപ്പൻറ്റൈൻ വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ റൂമിലൊന്നും പോയിട്ട്. അപ്പോൾ ഞാൻ കണ്ടൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇത്. ഞാൻ കണ്ടെത്തിയ സംഭവം എന്നുള്ളതല്ല, ഞാൻ ആക്സിഡൻ്റലി ട്രൈ ചെയ്തു, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ ഇറ്റ് വർക്ക്സ്. അതായത് നമുക്ക് ടർപ്പൻറ്റൈന് പകരം ലിൻസിഡ് ഓയിൽ ഉണ്ടല്ലോ, നമ്മൾ പെയിൻറ്റ് തിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിൻസിഡ് ഓയിൽ, അതന്നെ യൂസ് ചെയ്തിട്ട് ബ്രഷ് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പെയിൻറ്റിങ്ങിൻ്റെ സൈസ് വളരെ ചെറുതാണ്, 6x8 ഇഞ്ചസ് ആണ്. അതുകൊണ്ട് എനിക്കത് വിഷയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല ബ്രഷ് നല്ല ക്ലീൻ ആവുന്നുണ്ട്, അതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കാണാം, മോഡൽ ഇടയ്ക്കിടയ്ക്ക് എണീച്ച് പോകുന്നുണ്ട്. ഇത് ടൈം ലാപ്സ് ആണ്. ഞാൻ പൊതുവേ പോർട്രേറ്റ് ചെയ്യുമ്പോൾ മോഡലിന് നമ്മൾ അതിൻ്റെതായ സ്പേസ് കൊടുക്കണം. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഏത് മോഡലായാലും അവർ ഫ്രസ്ട്രേറ്റഡ് ആവും, അല്ലെങ്കിൽ അവർക്കൊരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുക്കുക, അത് നമുക്കും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ഒന്ന് മാറിയിട്ട് വരുമ്പോൾ നമുക്കൊരു ഫ്രഷ് ആയി കിട്ടും. അതായത് ഒരു എക്സാമ്പിൾ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇന്നൊരു ചിത്രം വരച്ചു, ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ചിത്രം നമുക്ക് ഇഷ്ടമാവണമെന്നില്ല, അതിൽ കുറേ മിസ്റ്റേക്സ് നമുക്ക് തോന്നും. അതെന്താ വെച്ചാൽ നമ്മളൊരു ഫ്രഷ് ആയിട്ട് വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ മസ്റ്റാണ്. ഞാൻ ചില നേരത്ത് മിറേഴ്സ് യൂസ് ചെയ്യും. എൻ്റെ മിറർ ഉണ്ടാവും, ചെറിയ പോക്കറ്റ് മിറർ. ഈ പെയിൻറ്റുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ മിററിൽ നമ്മൾ റിഫ്ലക്ഷൻ നോക്കുമ്പോൾ നമുക്കൊരു മിറർ ഇതിൽ കാണാൻ പറ്റുക, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഫ്രഷ് ആയി ഫീൽ ഉണ്ടാവും. എന്തെങ്കിലും സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ടോ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ചെയ്യാൻ. അതായത് ഹ്യൂമൻ സ്ട്രക്ചറിൽ ഏറ്റവും ആനിമേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും എക്സ്പ്രസീവ് ആയിട്ടുള്ള 2 ഭാഗങ്ങളാണ് കണ്ണ്, അത് കഴിഞ്ഞ് കൈയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഫേസിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് വളരെ എക്സ്പ്രഷൻസ് കാണിക്കാൻ പറ്റും. കണ്ണ് ഭയങ്കര ലൈവാണ്,
അപ്പോൾ അതൊക്കെയാണ് ഒരു പോർട്രേറ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെയും ഇൻട്രസ്റ്റിംഗ് കാണിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഞാൻ കണ്ടെടുത്തോളം നമ്മൾ പറയില്ല, പോർട്രേറ്റിന് നമ്മളെപ്പോഴും പോർട്രേറ്റിനല്ല പൊതുവെ ആർട്ടിന് അതിനൊരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ട്. അത് നമ്മളെങ്ങനെയൊക്കെ ബൈപ്പാസ് ചെയ്താലും അത് അയച്ചു കെട്ടിയാൽ മുളച്ചെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മളത് എത്രത്തോളം ബൈപ്പാസ് ചെയ്യുന്നു ബേസിക്സ്, അത് നമുക്ക് പിന്നീട് ഭയങ്കര പ്രശ്നമായി മാറും. അല്ലാതെ ഭയങ്കര ബ്രഷ് വർക്ക്, ഭയങ്കര ഹെവി ടെക്സ്ചർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പെയിൻറ്റിങ് ആവണമെന്നില്ല. ഇതിൽ കൂട്ടുകാരൻ്റെ ഫേസിൻ്റെ സ്ട്രക്ചർ ഞാൻ ഇനീഷ്യലി ഭയങ്കര ശ്രദ്ധിച്ച് നോക്കി ചെയ്തിരുന്നു. സ്ട്രക്ചർ വരക്കുമ്പോൾ പെൻസിലിൽ വരച്ചിരുന്നു. ചെറിയ പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ പ്രിഫർ ചെയ്തത് പെൻസിൽ ഡ്രോയിങ് ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ ബ്രഷ് വർക്ക് എങ്ങനെ വേണം ഫാൻസിയിൽ ചെയ്യുന്നത്. ആ ഒരു സ്ട്രക്ചർ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇതാണ് ബേസിക് ഗ്രൗണ്ട് റിയാലിറ്റി. പിന്നെ പോർട്രേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ ലൈറ്റിങ് ഞാൻ ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലാണ് ലൈറ്റ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇമേജിൽ കാണുന്ന പോലെ ആ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ലൈറ്റ് ഒബ്സർവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിൽ നിന്നാണ് മെയിൻ ലൈറ്റ് വരുന്നത്. അത്രയും ബ്രൈറ്റ്നെസ് ഒരിക്കലും റൈറ്റ് സൈഡിൽ ഫേസിൽ ഉണ്ടാവില്ല. കണ്ണിൽ ഇപ്പോൾ നമ്മുടെ വ്യൂ നോക്കുമ്പോൾ ക്യാരക്ടറിൻ്റെ ലെഫ്റ്റ് ഐയിലാണ് ഹൈലൈറ്റ് വീഴുക, നോസിൻ്റെ അവിടെ ലൈറ്റ് വീഴുന്നത്. അത്രയും ബ്രൈറ്റ്നെസ് ഒരിക്കലും റൈറ്റ് ഐയിൽ വരുന്നതല്ല. ഇതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ വളരെയധികം റിസൾട്ട് വരും. പിന്നെ വേറൊരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ജുഗാടെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഫേസിൻ്റെ ഷാഡോസ് ഉണ്ടല്ലോ, സ്ട്രക്ചർ, അത് റിക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ് റിവീൽ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പോർട്രേറ്റ് സ്റ്റഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസ് ഇടുക. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ഹാപ്പി പെയിൻറ്റിങ്.